നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങുകയാണെന്ന പ്രധാന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദം തുടങ്ങുക. ഒരു മാസം കൊണ്ട് അന്തിമവാദം പൂർത്തിയായേക്കുമെന്നുള്ളതാണ് വിവരം. എസ് രാഗിൻ വിശദാംശങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, നടിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ അന്തിമവാദം. അതായത് 2017 ഉണ്ടായിട്ടുള്ള സംഭവമാണ്. വർഷങ്ങൾ ഇത്രയായി. പറയൂ, എങ്ങനെയാണ് നടപടികൾ? വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസാണിത്. 2017 ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് പോലീസ് കേസെടുത്തു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷിച്ചു. തുടർന്ന് കുറ്റപത്രം നൽകി വിചാരണ തുടങ്ങി. പക്ഷേ വിചാരണ കാലയളവിലൊക്കെ തന്നെ ഈ വിചാരണ അനന്തമായി നീളുന്നു എന്ന പരാതികൾ ശക്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് നാളെ അന്തിമവാദം തുടങ്ങാൻ പോവുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. ഒരു മാസത്തിനകം തന്നെ ഈ അന്തിമവാദം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. കാരണം ആ നടപടിക്രമങ്ങൾ സാധാരണഗതിയിൽ ഒരു കേസിന്റെ അന്തിമവാദത്തിലേക്ക് കടക്കുമ്പോൾ ആ നിലയിലാണ് വരാറുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു മാസത്തിനകം ഇത് പൂർത്തിയാകുകയും ഏകദേശം അതിന് തൊട്ടടുത്ത് തന്നെ വിധി ഉണ്ടാകും. അതായത് 2025 ഫെബ്രുവരിക്ക് അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി തന്നെ വിധി ഉണ്ടാകും. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം ഒരു 7 വർഷം പിന്നിടുന്നു. ഇത്രയധികം നാളുകളായി. നേരത്തെ ഈ വിചാരണ തുടങ്ങി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷി വിസ്താരം അത് വളരെ തോതിൽ വൈകി എന്ന ആക്ഷേപം ശക്തമായിരുന്നു. അതിനുശേഷം ഇതിൽ കോടതിയുടെ ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികളോട്. അതോടൊപ്പം 100 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചു എന്ന കാര്യവും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം ആണ് പ്രതിഭാഗം വിസ്താരം പൂർത്തിയായത്. അതിനുശേഷം ഇപ്പോൾ അന്തിമ വാദത്തിലേക്ക് പോകുന്നു. ഈ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്കിൽ പോലും ഒട്ടനവധി മറ്റ് തരത്തിലുള്ള പെറ്റീഷനുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു. അത് അതിജീവിത തന്നെ ചില പെറ്റീഷനായി ഹൈക്കോടതിയെ സമീപിക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ വരികയും അതുമായി ബന്ധപ്പെട്ട് കോടതി ചില നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പിന്നീട് ഇതിൽ ഒരു എൻക്വയറി നടത്താൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയോടൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. പക്ഷേ ആ റിപ്പോർട്ട് തള്ളണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു. ഇതിനിടയിൽ ബാലചന്ദ്ര കുമാറിന്റെ ചില വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സംവിധായകന്റെ അതുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ അന്വേഷണം നടത്തി. തുടരന്വേഷണം നടത്തി ഇതിലൊരു അഡീഷണൽ കുറ്റപത്രം ചാർജ് ഷീറ്റും കൂടി ഫയൽ ചെയ്തു. അതടക്കമുള്ള കാര്യങ്ങളിലും വിചാരണ പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഈ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദത്തിലേക്ക് കോടതി പോവുക.